അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആയുധം നഷ്ടപ്പെട്ട CPM സമര നാടകങ്ങളുമായി മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആയുധം നഷ്ടപ്പെട്ട CPM സമര നാടകങ്ങളുമായി മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അങ്ങാടിപ്പുറത്ത് ഇപ്പോ CPM പൂർണ്ണമായും മുഖം നഷ്ടപ്പെട്ട നിലയിലാണ്. കാരണം 26 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് അവസാനം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. അതിന് തൊട്ട് മുമ്പ് 5 കൊല്ലം മുമ്പാണെങ്കിൽ പോലും CPM-ൽ ചേർന്ന് CPM ഒരു മെമ്പറായി പരിഗണിച്ച, സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ച വനിതാ മെമ്പറും രാജിവെച്ചു. അങ്ങനെ 2 മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് മൂലം ജനങ്ങളുടെ മുന്നിൽ വളരെ അപഹാസ്യമായ നിലയിൽ ആയുധങ്ങളൊന്നുമില്ലാതെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന CPM ഇപ്പോൾ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നെ കുതിര കയറിക്കൊണ്ടുള്ള സമരാഭാസങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ചാനലിലും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. സമരം സ്വാഭാവികമാണ്, പക്ഷെ അതിന് അനാവശ്യമായിട്ട് UDF-നെ കുറ്റം പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ CPM നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ, എന്നിട്ട് അവര് കൃത്രിമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് CPM തന്നെയാണ് സമരം നടത്തുന്നത്. അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ധാരാളം അപാകതകൾ ഉണ്ട് എന്ന് UDF നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വോട്ട് വെട്ടിമാറ്റിയ കൂട്ടത്തിൽ ധാരാളം UDF-കാരുടെ വോട്ടും വെട്ടിമാറ്റിയിട്ടുണ്ട്. അപേക്ഷ കൊടുത്ത് ഹിയറിങ്ങിന് ഹാജരായി എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ടും വോട്ടേഴ്സ് പേര് വരാത്ത ധാരാളം ആളുകളുണ്ട്. വാർഡുകളിൽ നിന്ന് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ട് അത് വരാത്ത കേസുകളുണ്ട്. ഇതുപോലെ ആരും അപേക്ഷ കൊടുക്കാതെ തന്നെ വെട്ടിമാറ്റപ്പെട്ട ഒരുപാട് ആളുകളുടെ പേരുകളുമുണ്ട്. CPM-ന് മാത്രമല്ല. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്, കുറ്റക്കാരെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ UDF-ന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി ഒത്തുകളിച്ചു, അല്ലെങ്കിൽ UDF-ന് വേണ്ടി സെക്രട്ടറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും ഒരു നിലവാരമില്ലാത്തതുമാണ്. നിലവാരമില്ലാത്തതാണ്. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.